ലാൽ സലാം. മോഹൻലാലിൻ്റെ മലൈക്കോട്ടെ വാലിബൻ്റെ മൂന്നാമത്തെ തേർഡ് സിംഗിൾ ഇന്ന് റിലീസായിരിക്കുകയാണ്. ഏകദേശം 15 മിനിറ്റുകൾക്ക് മുമ്പാണ്. ഇപ്പോൾ നല്ല ലെവലിൽ നമുക്കത് കാണാൻ കഴിയുന്നു. പ്രീമിയർ ചെയ്തിട്ട് 15 മിനിറ്റുകളാവുന്നു. ഗംഭീരമായിട്ടുള്ള ഒരു സോങ്, നല്ല ഒരു മെലോഡിയസ് സോങ് എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയാനുള്ളത്. സിനിമയിൽ ഓരോരോ അപ്ഡേറ്റുകൾ വരുമ്പോഴും നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതായത് നമ്മൾ കേൾക്കാൻ കൊതിച്ച അല്ലെങ്കിൽ നമ്മൾ കേട്ട് മറന്നിരിക്കുന്ന പാട്ടുകളുടെ ഈണം പോലെ തോന്നുന്ന ഒരു പാട്ട് എന്ന് തന്നെ പറയാം. കാരണം വല്ലാതെ നമ്മളെ അങ്ങ് അട്രാക്റ്റ് ചെയ്യുകയാണ് ഈ ഒരു പാട്ട് എന്ന് പറയാം. എന്നാലും വലിയ രസകരമായിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. ലിറിക്കൽ വീഡിയോ ആണ് പുറത്ത് വന്നിരിക്കുന്നത്. എന്നാലും ഒരു ഗംഭീരമാണ്. അതായത് ഇതുവരെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് ഇത്ര ഹൈപ്പ് എന്നുള്ളത്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിവിടെ ഞാനല്ല ഹൈപ്പ് കൂട്ടുന്നത്, ഇവിടെ ഈ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് സിനിമയ്ക്ക് ഹൈപ്പ് കൂട്ടുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, ഇന്ത്യ ഒട്ടുക്കാകെ ഇതിൻ്റെ പ്രൊമോഷൻ ആ റേഞ്ചിലാണ് നടക്കുന്നത്. പല ട്രെയിനുകളിലും മലൈക്കോട്ടെ വാലിബനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോമിക് ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി ഒരു മാർക്കറ്റിംഗ് ആണ് ഈ സിനിമയ്ക്ക് വേണ്ടി നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇത്രയും ഗംഭീരമായ ഹൈപ്പിൽ മാർക്കറ്റിംഗ് നടക്കുമ്പോൾ നമ്മൾ രണ്ട് വാക്കുകൾ പറയുന്നതാണോ സിനിമയ്ക്ക് ഹൈപ്പ് കൂട്ടുന്നതെന്ന് കുറച്ച് കമൻസ് ഇടുന്ന സഹോദരങ്ങളോട് ചോദിക്കുകയാണ്. സിനിമ ആ റേഞ്ചിലുണ്ടെന്നുള്ള വിശ്വാസം അണിയറ പ്രവർത്തകർക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്ര ഗംഭീരമായിട്ട് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ സിനിമ 100 കോടിക്ക് മുകളിലാണ് ഇതിൻ്റെ ബഡ്ജറ്റ്. അത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ സിനിമയുടെ ബഡ്ജറ്റ് ആ റേഞ്ചിൽ തന്നെയാണ്. സാധാരണ ഇവിടെ മലയാള സിനിമ പിടിക്കുന്ന ലെവലിലാണ് ഇപ്പോൾ അതിൻ്റെ മാർക്കറ്റിംഗ് കോസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അത്ര ഗ്യാരണ്ടീഡാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് ഈ സിനിമ അവർക്ക് ഗംഭീരമാണ് എന്നുള്ളത്. അവർ കോൺഫിഡൻ്റ് ആണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ LJP മോഹൻലാലും ഒരുമിക്കുമ്പോൾ മികച്ച ഒരു സിനിമ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ മതപര മിഴിയോരം എന്നുള്ള ഗാനമാണ് വന്നിരിക്കുന്നത്. ഇത് നല്ല രസകരമായിട്ടുണ്ട്. പക്ഷേ അതിനകത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അതിനകത്തൊരു ചെറിയ ന്യൂനത നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഒരു ലിറിക്കിൽ ആ ഒരു സോങ് പാടുമ്പോൾ അല്ലെങ്കിൽ ആ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ സ്ഫുടത ആ ഗായികയുടെ ചെറിയ ഒരു ഇത് വന്നിട്ടുണ്ട്. അത് മാത്രമാണ് ആ ഗാനത്തിൽ നമുക്കൊരു വന്നത്. അത് പലരുടെയും ലാംഗ്വേജിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം. ഇന്ന് പല വാക്കുകളും സ്പഷ്ടമായിട്ട് സംസാരിക്കാൻ പലർക്കും കഴിയുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. ഒരുപാട് പേർക്ക് അങ്ങനെയുണ്ട്. അപ്പം നല്ല ലെവലിൽ തന്നെയുള്ള ഒരു സോങ്ങാണ്. ഇതൊരു വലിയ ഹിറ്റാകും എന്നുള്ള ഉറപ്പാണ്. കാരണം ഒരു വല്ലാത്ത മെലേഡിയസ് ആയിട്ടുള്ള ഒരു സോങ്ങാണ്. നമ്മൾ കേട്ട് 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 നമ്മളുടെ മനസ്സിലേക്ക് വരും. നിങ്ങളറിയാതെ മൂളുന്ന ഒരു പാട്ട് തന്നെയായിരിക്കും. എന്തായാലും സിനിമ ഇറങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു. ഏകദേശം ഇനിയും 10-14 ദിവസങ്ങൾ കൂടെ ബാക്കി നിൽക്കുമ്പോൾ ഇവിടെ ഒന്നേ പറയാനുള്ളൂ, മലൈക്കോട്ടെ വാലിബൻ നിങ്ങളെ ഞെട്ടിച്ചിരിക്കും. അത് ഉറപ്പാണ് എന്നുള്ളത് തന്നെയാണ്. ഏത് റേഞ്ചിൽ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ഒന്ന് പറയാം, ഇത് വേറെ തലത്തിൽ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത സിനിമ തന്നെയായിരിക്കും. ഒപ്പം ഭൂരിഭാഗം ആളുകളെയും ഇഷ്ടപ്പെടുത്തുന്ന സിനിമയായിരിക്കും. മലയാളികളെ ലക്ഷ്യം വെച്ചിട്ടുള്ള മാത്രമായിട്ടുള്ള സിനിമയല്ല ഇത്. വേൾഡ് വൈഡ് ആയിട്ടുള്ള പ്രേക്ഷകരെ ലക്ഷ്യം വെച്ചിട്ടുള്ള മലയാളത്തിൻ്റെ അങ്ങനെ ഒരു തുടക്കം, ഒരു പരീക്ഷണം തന്നെയാണ് ഈ ഒരു സിനിമ എന്ന് തന്നെ പറയാം. അതിൽ ഈ സിനിമ വിജയിക്കും എന്ന് പൂർണ്ണമായും അണിയറ പ്രവർത്തകർക്ക് വിശ്വാസമുണ്ട്. നമുക്കും വിശ്വാസമുണ്ട്. അതിഗംഭീരമായിരിക്കും മലൈക്കോട്ടെ വാലിബൻ. അപ്പോൾ ഈ ഒരു തേർഡ് സിംഗിൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കുറിക്കാം. എൻ്റെ അഭിപ്രായം ഞാനത് പറഞ്ഞു. എന്താണ് ഒരു ന്യൂനത ഞാൻ കണ്ടതും എത്രത്തോളം എനിക്ക് ഈ ഗാനം ഇഷ്ടമായി എന്നുള്ളതും ഒക്കെ ഞാനിത് പറഞ്ഞു. നിങ്ങൾക്കും അതേപോലെ ഒന്ന് പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരാം. പക്ഷേ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ലാൽ സലാം.